श्रीगुरुवे नमः। इमं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं नतोऽस्मि सदाशिव। कृष्णकृष्णमहायोगिन् भक्तानाभयङ्कर गोविन्दपरमानन्दः सर्वं मे वशमानय। साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वं प्रचोदयात्। साई रामाय विद्महे आत्मारामाय धीमहि तन्नो साईराम। സായിരാം. സായി അവതാരത്തിന് ഗുരുവെന്ന നില അത്യന്താപേക്ഷിതമത്രേ. ഞാൻ ഒരിക്കലും കഴമ്പില്ലാത്ത കാര്യങ്ങൾ പറയാറില്ല, നന്മ വരുത്താത്ത പ്രവൃത്തി ചെയ്യാറില്ല എന്ന് അദ്ദേഹം ഒരിക്കൽ പ്രസ്താവിച്ചിരിക്കുന്നു. വെറുതെയുള്ള അഭിപ്രായ പ്രകടനം കൂടി ഉപദേശം അടങ്ങിയതായിരിക്കും. കരയുന്ന ഒരു കുട്ടിയെ അടക്കിയിരുത്തുവാൻ ശ്രമിക്കുന്ന ഒരു അമ്മയോട് ബാബ പറഞ്ഞു നോക്കുക, നിങ്ങളുടെ മടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ശിശു അമ്മ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അമ്മ തന്നെയാണ് അതിനെ വഹിക്കുന്നതെന്ന് അതറിയുന്നില്ല. ഇതാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. അവരുടെ ഈശ്വരനാകുന്ന അമ്മ അവരെ പേറിക്കൊണ്ടിരിക്കുന്നു എന്നവർ അറിയുന്നില്ല. അവർ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് കരയുന്നു. ബാബയുടെ പ്രസംഗത്തിനായി ഏർപ്പാട് ചെയ്തൊരു മഹായോഗത്തിലെ കാര്യപരിപാടിയിലെ ഇനമായിട്ട് സ്വാഗത പ്രസംഗം എന്ന് ബാബ കണ്ടു. ഞാൻ നിങ്ങളിലുണ്ട്, നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളിലുണ്ട്, വിളിക്കുന്നത് കൊണ്ട് വരികയുമില്ല, തിരസ്കരിക്കുന്നത് കൊണ്ട് പോവുകയുമില്ല. അദ്ദേഹം ആ സദ്ഗുരു, സുഹൃത്ത്, തത്വജ്ഞാനി, നേതാവ് എല്ലായ്പ്പോഴും എല്ലായിടത്തുമുണ്ട്. തന്റെ നേതൃത്വം വേണമെന്ന് ആവശ്യപ്പെടുന്നവരുടെയോ താൻ തിരഞ്ഞെടുക്കുന്നവരുടെയോ സ്വഭാവത്തെയും വീക്ഷണഗതിയെയും പതുക്കെ പതുക്കെ ഒരേ മട്ടിൽ തിരുത്തി അദ്ദേഹം ശരിപ്പെടുത്തും. ഇത് വലിയൊരു പാരഗ്രാഫ്, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാരഗ്രാഫാണ്. ഭഗവാൻ ഇവിടെ പറയാണ്, ഈ സായി അവതാരത്തിന് ഒരു ഗുരുഭാവം എപ്പോഴും ആവശ്യമുണ്ട്, അത്യന്താപേക്ഷിതമാണ് ഈ അവതാര സമയത്ത്. ഗുരുഭാവം എന്ന് പറഞ്ഞാൽ ഗുരിയെ കാണിച്ചിരുന്ന ആള്, അല്ലെങ്കിൽ ജ്ഞാനത്തെ കാണിച്ചിരുന്നത്, അല്ലെങ്കിൽ അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ആൾ, അതിന് ഗുരു ശബ്ദത്തിന്റെ അർത്ഥം. അപ്പോൾ തൻ്റെ ഭക്തന്മാരുടെ, തന്നെ ആരാധിക്കുന്നവരുടെ, അനുയായികളുടെ ഒക്കെ അവരിലുള്ള അജ്ഞാനം മാറ്റിയിട്ട് അവരെ ജ്ഞാനഭാവത്തിൽ എത്തിക്കുന്ന ഒരു ഗുരു സമ്പ്രദായമാണ് അത്. ഈ അവതാരത്തിൽ ഉടനീളം അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണെന്നാണ് പറയണത്. പിന്നെ സ്വാമി പറയണു, ഞാൻ ഒരിക്കലും കഴമ്പില്ലാത്ത കാര്യങ്ങൾ പറയാറില്ല, നന്മ വരുത്താത്ത പ്രവൃത്തിയും ചെയ്യാറില്ല. ഇത് വളരെ വല്ലാത്ത, നമ്മളൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളെ ഓരോ സമയത്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പലരും ഇവിടെ മഹാന്മാരെന്നും പണ്ഡിതന്മാരെന്ന് പറയുന്നതൊക്കെ അതിൽ കുറേയൊക്കെ ശരിയായിരിക്കും, കുറേയൊക്കെ യാതൊരു കഴമ്പുമില്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരിക്കലും കഴമ്പില്ലാത്തൊരു കാര്യം ഞാൻ പറയില്ല എന്ന് പറയണമെങ്കിൽ അതുമാതിരി നന്മ വരുത്താത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്യാറില്ല എന്ന് പറയാൻ ആർക്കാ ധൈര്യം വരിക? ഞാൻ പറയുന്ന കാര്യത്തിൽ എന്ത് പറഞ്ഞാലും അതിൽ കഴമ്പുണ്ടാവും. ചെറിയൊരു കാര്യം പറഞ്ഞാൽ കൂടെ കഴമ്പുണ്ടാവും. ഞാൻ എന്ത് ചെയ്താലും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലാത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്യാറില്ല എന്ന് ഇത്രയും ശക്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ അതൊരു അവതാരത്തിന് മാത്രമേ സാധിക്കൂ. ഭഗവാൻ അങ്ങനെ തന്നെ ആയിരുന്നു. വെറുതെ ഒരു കാഷ്വൽ ആയിട്ടുള്ള സംഭാഷണമൊന്നും സ്വാമിക്കില്ല. ഒരു തമാശ പറഞ്ഞാലും കൂടി അതിലെന്തെങ്കിലും അർത്ഥം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹം എന്ത് ചെയ്താലും അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഗതി ആയിരിക്കും. അതും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നമ്മൾ കൂടെ നിന്നിട്ടുള്ള നമുക്ക് അതെല്ലാം കൃത്യമായിട്ട് പറയാൻ സാധിക്കും ശരിയാണെന്ന്. വെറുതെ എന്തെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോഴും കൂടിയിട്ട് അതിലുള്ള അഭിപ്രായത്തിൽ ഉപദേശം ഉണ്ടാവും. ആ സംസാരത്തിൽ ഒരു ഉപദേശം ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ കരയുന്ന ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക ഒരു അമ്മയുടെ മടിയിൽ ഇരുന്നിട്ട്, ഭഗവാൻ അടുത്തു കൂടെ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മടിയിൽ ഇരുന്നു കൊണ്ടല്ലേ കുട്ടി എങ്ങനെ അമ്മ അമ്മ എന്ന് കരയണത്? അതാ നിങ്ങൾ തന്നെയാണ്, അമ്മ തന്നെയാണ് അതിനെ വഹിക്കുന്നത് എന്ന് അത് അറിയുന്നില്ല. ഇതാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. സ്വാമി പറയാ, ഈശ്വരനാകുന്ന അമ്മ അവരെ പേറിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നില്ല. അവരമ്മേ അമ്മേ അമ്മേ എന്ന് അറിയുന്നു. ഇത് വല്ലാത്തൊരു വാചകമാണ്. ഒരു കുട്ടി, കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി അമ്മയുടെ മടിയില, പക്ഷെ അതിന് അജ്ഞാനം കൊണ്ട് അറിയുന്നില്ല, അതിന് വിവരമില്ലായ്മ കൊണ്ട് അറിയണില്ല. അത് സേഫാണ്, ഒന്നും പേടിക്കാനില്ല, ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല.
ആ അമ്മയുടെ മടിയിൽ അവിടെ കടന്നു കൊടുത്താൽ മതി. അമ്മ ആ കുട്ടിയെ ഒരിക്കലും ഒരു അപകടത്തിലേക്കോ ഒരു മോശമായ സ്ഥലത്തിലേക്കോ കൊണ്ടുപോവില്ലല്ലോ. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം ഒരു കുഞ്ഞിന് അമ്മയെപ്പോലെ വേറെ എവിടെയുള്ളത്? അതുപോലെ ഭഗവാൻ നമ്മളെ ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുക സദാസമയം. പക്ഷെ നമ്മളിത് ഒന്നും അറിയുന്നില്ല. നമ്മൾ ഭഗവാനിൽ നിന്ന് മാറിയിട്ട് എവിടെ നിൽക്കുന്ന ഒരാളുള്ള മാതിരി നമുക്ക് അതും ഇതൊക്കെ വരുന്ന സമയത്ത് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് കരയേണ്ട കാര്യം എന്താ ഉള്ളത്? ഒരു അമ്മ ഒരു കുട്ടിക്ക് മോശമായിട്ടുള്ളൊരു കാര്യം വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ളതിൽ ഇല്ലാതാൻ നോക്കുകയല്ലേ ഒരു അമ്മ ചെയ്യുക. അപ്പൊ ഭഗവാന്റെ മടിയിലാണ് നമ്മളെന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആശങ്കകളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ഒന്നും ഉണ്ടാവില്ല. ശരിക്കും മനസ്സ് നമുക്ക് വ്യാകുലത ഉണ്ടാവില്ല, ആകുലത ഉണ്ടാവില്ല. അത് നമ്മൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. എത്ര എത്തിയിട്ടും നമ്മളെ ഭഗവാന്റെ മടിയിലാണ് സേഫ്. ഇത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലം ഈ ജീവിതത്തിൽ ഇനി എവിടെ കിട്ടാം? പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈശ്വരന്റെ മടിയിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഒരു ബോധം വരുന്നില്ല. ആ ബോധം വരുന്നത് തന്നെയാണ് പരമമായ ഭക്തിയുടെ ലക്ഷണം. പരാഭക്തിയുള്ള ഒരു ഭക്തന് ആ ബോധം ഉണ്ടാവും. എന്നെ ഭഗവാൻ വിടില്ല, ഞാൻ ഭഗവാന്റെ സന്തത സഹചാരിയായിട്ട് നിൽക്കുന്നതാണ്. എന്നെ ഒരവസ്ഥയിലും ഭഗവാൻ വെറുതെ വിടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എവിടെയും ഏതവസ്ഥയിലും ഭഗവാൻ നമ്മളെ നോക്കും, നമുക്ക് മരണമില്ല അല്ലെങ്കിൽ സൂക്കടില്ല എന്ന് വിചാരിക്കണ്ട. കഴിയുന്നതും ഭഗവാൻ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് പോലും രക്ഷിക്കാൻ നോക്കിയാൽ മരണം അനിവാര്യമാണല്ലോ. മരണം ഇവിടെ ഈശ്വര നിയമത്തിൽപ്പെട്ട വല്ലാത്തൊരു നിയമമാണല്ലോ. അവിടെ ആർക്കെങ്കിലും ജീവിച്ചിരിക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതം എന്തിനാശ്രയിച്ചുകൊണ്ടിരിക്കുന്നു? നമ്മുടെ ആയുസ് എന്തിനാശ്രയിച്ചുകൊണ്ടിരിക്കുന്നു? നമ്മളെ എത്രയോ ജന്മങ്ങളിൽ കൂടെ വന്ന അതിനനുസരിച്ച് അവിടുത്തെ ഒരു കണക്ക് കൂട്ടിയിട്ട് എല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ട് ഈ നടപ്പ് ജീവിതകാലത്തിൽ എത്ര കാലം ഈ ശരീരത്തിൽ നിൽക്കണം, എത്ര കാലത്തിനുള്ളിൽ ശരീരം നശിക്കണം എന്നൊരു കണക്കുണ്ട്. അത് ആർക്കും മാറ്റാൻ പറ്റില്ല. അത് ആർക്കും എപ്പോഴാണെന്ന് പറയാനും പറ്റില്ല. അത് ഉറപ്പായ കാര്യമാണ്. അത് കഴിഞ്ഞാലും നമുക്ക് മരണമില്ല എന്ന കാര്യം നമുക്ക് ബോധിക്കണമെങ്കിൽ നമ്മൾ ഭഗവാൻ പറഞ്ഞ ഏതെങ്കിലും മാർഗത്തിൽ കൂടെ മുന്നോട്ട് പോയിട്ട് ജ്ഞാനത്തിലെത്തിയവരായിരിക്കണം. അതിന് ശ്രമിക്കാതെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ജന്മം എടുക്കേണ്ടി വരും. നമ്മൾ മരണത്തിനെ ഭയപ്പെട്ടുകൊണ്ടാണ് മരിച്ചു, അപ്പൊ ഒരു ജന്മത്തിന് എന്തായാലും പോണ്ടി വരും. പക്ഷെ ഈ ജന്മത്തിൽ തന്നെ എനിക്ക് മരണമില്ല എന്ന ബോധത്തിലെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് അപ്പൊ മരണവുമില്ല, അയാൾക്ക് മരണത്തെ ഭയവുമില്ല, അയാൾ അമരനായിത്തീരുന്നു. അപ്പൊ അതേമാതിരി ഇപ്പൊ ചിലർക്ക് ചില ദാരിദ്ര്യം, ചില മോശ അനുഭവങ്ങള്, ദാരിദ്ര്യം, അതേമാതിരി പല വിഷമങ്ങള്, കുട്ടികളിലൊക്കെ ആയിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ തന്നെ ചെയ്തു വെച്ചിട്ടുള്ളതായ കർമ്മഫലങ്ങൾ അനുഭവിക്കലാണ്. ആ കർമ്മഫലങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിലോ ഒരാൾക്കും ഈ ജന്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് തീരന്നെ വേണം. അത് തീർന്നിട്ടില്ലെങ്കിൽ പിന്നെയും ജനിക്കണം. ജനിക്കുക മരിക്കുക എന്നുള്ളത് ഏറ്റവും ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് അത്രേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഉപനിഷത്തും വേദാന്തവും ഒക്കെ പറയുന്നത്, ഋഷീശ്വരന്മാരൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ നമ്മള് ഭഗവാന്റെ മടിയിലാണെന്നും നമുക്കുണ്ടായി വരുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ അറിയുന്നതാണെന്നും നമ്മൾക്ക് രക്ഷപ്പെടേണ്ട ഘട്ടങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ ഒരുവിധം എല്ലാ സംഗതി ഉപയോഗിച്ച് പോകാൻ രക്ഷപ്പെടും. പക്ഷെ ചില കർമ്മഫലങ്ങൾ അനുഭവിച്ചിട്ടേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ ഭഗവാൻ നമ്മളെ കൊണ്ട് കുറച്ചൊക്കെ അനുഭവിപ്പിക്കും. പക്ഷെ വലുതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ തട്ടി മാറ്റി, അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഭഗവാനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് നമ്മൾക്ക് ചിലപ്പോൾ അറിയില്ല. ഭഗവാനുള്ള പരമമായ പ്രേമത്തിൽ ഇങ്ങനെ ലയിച്ചു നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദനകളും നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ നമുക്ക് അത്ര വലുതായിട്ടുള്ള
അതില്ലെങ്കിൽ ഉണ്ടാവുന്നത്ര മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ അനുഭവിക്കില്ല. അപ്പം മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയി എന്നൊക്കെ കേട്ടത് ഉള്ള കാര്യമാണ്. അതേ സമയത്ത് നമ്മൾ എന്തിനാ മരണത്തിന് ഭയപ്പെടുന്നത്? ശരിക്ക് ആ അമ്മയുടെ മടിയിൽ ഇരിക്കുമ്പോൾ ആ അമ്മയുടെ സങ്കല്പം ഇല്ലാതെ നമ്മൾക്ക് മരണമൊന്നും ഉണ്ടാവില്ല. ആ മരണം ഉണ്ടാവേണ്ട അവസ്ഥയാണെങ്കിൽ, ശരീരം നശിക്കേണ്ട അവസ്ഥയാണെങ്കിൽ ആ ശരീരം നശിക്കും. പക്ഷെ നമ്മുടെ കടമ എന്താ? നമ്മള് ഇവിടെ ജന്മം കിട്ടിയിട്ട് നമുക്കൊരു ബോധമൊക്കെ വന്ന സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഗുരുവിനെയോ അല്ലെങ്കിൽ നമുക്കൊരു അവതാര പുരുഷനെയോ ഒക്കെ നമുക്ക് അറിയാൻ സാധിച്ചാൽ നമ്മള് ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള ജ്ഞാനം നേടാനുള്ള പരിശ്രമം വളരെ ഗംഭീരമാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. എന്നിട്ട് ആ ജ്ഞാനാവസ്ഥയിലെത്തുമ്പോ നമുക്ക് പിന്നെ മരണമില്ല, ജനനവുമില്ല, ജ്ഞാനത്തിലെത്തിക്കഴിഞ്ഞാൽ. അപ്പൊ അതാണ് നമ്മൾ അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ സ്വാമിയിൽ നിന്ന് അകന്ന് എവിടെ പോയി നിൽക്കുന്ന മാതിരിയാണ് നമ്മുടെയൊക്കെ വിചാരം. എന്നിട്ട് അവിടെ നിന്നിട്ട് ആ ദ്വൈതഭാവത്തില് എൻ്റെ ഭഗവാനെ എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് നമ്മൾ കേണപേക്ഷിക്കുന്നു പല കാര്യങ്ങൾക്കും വേണ്ടി. ശരിക്കും ഒന്നും അപേക്ഷിക്കേണ്ട കാര്യമില്ല. പരമമായ ഭക്തി ഉണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അനന്യശ്ചിന്തയന്തോമ, അന്യമായിട്ടുള്ള മറ്റൊരു ചിന്തകളും ഇല്ലാതെ എല്ലാം ഭഗവാന് പൂർണ്ണ സമർപ്പണം ചെയ്യാൻ, സറണ്ടർ ചെയ്യാൻ നമുക്ക് അത് സാധിച്ചൊരു ഭക്തന്, ആ ഭക്തന് ആശങ്കകൾ ഉണ്ടാവില്ല. ആ ഭക്തന് എപ്പോഴും സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. കാരണം ആ ഭക്തനെ ഭഗവാൻ എടുത്തു നിൽക്കുകയാണ് എന്നുള്ള ഉറപ്പ് അയാൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വാക്കുകളാണ് ഈ പാരഗ്രാഫിലുള്ളത്. അതേമാതിരി തന്നെ ഒരു പരിപാടിയിൽ സ്വാഗത പ്രസംഗം എന്ന് ബാബ കണ്ടപ്പോൾ പറഞ്ഞു, എന്നെ സ്വാഗതം ചെയ്യൊന്നുമില്ല, വേണ്ട. ഞാൻ നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാന് നിങ്ങളുടെയൊക്കെ വിളിച്ചതുകൊണ്ടൊന്നും വരില്ല. ഇനി വിളിച്ചില്ലെങ്കിലോ ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോവില്ല. അല്ല, ഭഗവാൻ സദ്ഗുരുവാണ്, സുഹൃത്താണ്, തത്വജ്ഞാനിയാണ്, നമ്മുടെയൊക്കെ ലീഡറാണ്, സർവാന്തര്യാമിയാണ്, ഓംനിപൊട്ടന്റ് ആണ്, ഓംനിഷ്യന്റ് ആണ്, ഓംനി പ്രസന്റ് ആണ്, എല്ലായിടത്തും എവിടെയും വ്യാപിച്ചിരിക്കുന്നതാണ്. ഭഗവാന്റെ നേതൃത്വത്തിന്റെ ഉള്ളിൽ വരണമെന്ന് ആവശ്യപ്പെടുന്നവര് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവര്, അപ്പൊ ഭഗവാൻ തെരഞ്ഞെടുക്കുന്നവരുടെ സ്വഭാവവും അവരുടെ വീക്ഷണഗതിയൊക്കെ പതുക്കെ പതുക്കെ മെല്ലെ മാറ്റിയിട്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭഗവാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മെല്ലെ 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 അവരെ നയിച്ചു കൊണ്ടുവരും. നമ്മളങ്ങനെ ഒതുങ്ങി അടങ്ങി നിൽക്കുക മാത്രമേ വേണ്ടൂ. പൂർണ്ണമായിട്ടും ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ. നമുക്ക് ഭഗവാനെ ഇതിനകത്ത് നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ ഭഗവാനെ ഏതെങ്കിലും സമയത്ത് രണ്ടാമത് തിരിച്ചു കൊണ്ടുവരുന്ന ഒന്നും നമുക്ക് പറ്റില്ല. ഭഗവാൻ സങ്കല്പിക്കുക തന്നെ വേണം. അപ്പോ നമ്മൾക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് മുഴുവനുമായിട്ടും അങ്ങോട്ടേക്ക് കൊടുക്കുക സ്വാമി. മുഴുവൻ അവിടെ അങ്ങോട്ട് സറണ്ടർ ചെയ്യുക. എന്നിട്ട് ആ ഭക്തിയിൽ അങ്ങനെ മുഴുകി നിൽക്കുക. ഇത് നമ്മൾ ഈ ലൗകിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ജനകരാജാവാണ് ഇപ്പോ നമ്മൾക്ക് ഏറ്റവും ഗീതയിൽ പോലും അർജുനന് ഉദാഹരണമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ജനകരാജാവിനെയാണ്. കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, സദാസമയം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന, രാജാവായിട്ടുള്ള യുദ്ധമൊക്കെ ചെയ്യുന്ന, ജനങ്ങളെയൊക്കെ നോക്കുന്ന, ദർബാറിൽ ഇരുന്നിട്ട് അന്യായങ്ങളെ പറ്റിയിട്ട് ചർച്ചയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ജനകരാജാവിനോട് ചോദിച്ചപ്പോ ഞാൻ സദാസമയം മെഡിറ്റേഷനിലാണ്, ധ്യാനത്തിലാണെന്ന് പറഞ്ഞത്രേ ആരോ ചോദിച്ചപ്പോ. അപ്പൊ എന്താ അങ്ങ് ഇത്ര മുഴുവൻ ധ്യാനം? അതെ, ഞാൻ എഴുന്നേറ്റ് തുടങ്ങിയ മുതല് ഭഗവാൻ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുക. എന്റെ ഭഗവാൻ അടുത്തുണ്ട് എന്ന ആ പൂർണ്ണ വിശ്വാസത്തിലാണ് എൻ്റെ പ്രാർത്ഥനകളും, എൻ്റെ കുളിക്കലും, എൻ്റെ ഭക്ഷണം കഴിക്കലും, ഞാൻ ദർബാറിൽ പോലും അവിടുന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ എൻ്റെ ഭഗവാനെ കണ്ടുകൊണ്ട് ഈശ്വരനെ കണ്ടുകൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. രാത്രി കടക്കുന്നവരെങ്ങനെയാ? അല്ലാതെ എവിടെയെങ്കിലും വിളക്ക് കത്തിച്ച് ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് മറ്റേ കൈയൊക്കെ നീട്ടി വെച്ച്
ചിന്മുദ്രയെല്ലാം കാണിച്ച് ഭ്രൂമധ്യത്തിലേക്കൊക്കെ നോക്കിയിട്ട് ധ്യാനിച്ചിട്ട് നാമം ചെല്ലുന്ന പണിയൊന്നുമല്ല എനിക്കുള്ളത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പോ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ചൈതന്യത്തെ ഓർത്തുകൊണ്ട് നമ്മുടേതായ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് സാക്ഷിയായിട്ട് ആ ഭഗവാൻ ഉണ്ടെന്നും, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്നും, നമ്മുടേതായ നല്ല കർമ്മങ്ങളൊക്കെ ഭഗവാനിൽ നമ്മൾ അർപ്പിച്ചുകൊണ്ടും ജീവിതം നയിക്കാൻ സാധിച്ചാൽ, കർമ്മങ്ങൾ ചെയ്യാതെ ഇവിടെ ജീവിക്കാൻ സാധിക്കില്ലല്ലോ. ആരാലും ജീവിക്കാൻ സാധിക്കില്ല. ഒരു സന്യാസി ആണെങ്കിലും കർമ്മം ചെയ്യണം. പറയാല്ലാം ത്യജിക്കുകയാണ്. പക്ഷെ അത് പറയാൻ എളുപ്പാ, ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ നിരന്തരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഒരു അവയർനെസ്സിലും ഈ ഒരു കർമ്മ രീതിയിലും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് എല്ലാമായിട്ട് നമ്മുടെ കൂടെ നിന്ന് സദ്ഗുരുവാവും, സുഹൃത്താവും, തത്വജ്ഞാനിയാവും, നേതാവായിട്ടൊക്കെ താൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അവരുടെ സ്വഭാവത്തിനെ, അവരുടെ വീക്ഷണഗതിയെ ഒക്കെ പതുക്കെ മാറ്റിയിട്ട് എത്തേണ്ടതായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുക. വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് പറഞ്ഞത്. നമുക്ക് ഒറ്റയടിക്കൊന്നും ഇപ്പൊ അങ്ങനെ പറ്റില്ലെങ്കിലും നമുക്ക് ശ്രമിക്കാലോ. നമുക്ക് എന്ത് നമ്മൾ ഇപ്പോഴല്ല, കുറെയെല്ലാം എനിക്കൊക്കെ കുറെയൊക്കെ എന്ത് ചെയ്യുന്ന സമയത്തും ഭഗവാനിൽ അർപ്പിച്ചിട്ട്, ഭഗവാനെ കണ്ടുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോന്ന് ചെയ്യുമ്പോൾ. പക്ഷെ സംസാരിക്കുന്ന സമയത്ത് ഭഗവാനെ കണ്ടുകൊണ്ട് ചിലപ്പോ സംഗതികൾ പറയാൻ പറ്റുന്നില്ല. പ്രവർത്തനങ്ങൾ കുറേയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയെന്നൊന്നും പറയാൻ പറ്റില്ല. കുറെയൊക്കെ പണ്ടൊന്നുമില്ലല്ലോ. നമ്മൾ തോന്നുന്നത് നമ്മൾ ചെയ്യും. എപ്പോഴെ പൂജാമുറിയിലോ സന്ധ്യക്കോ രാവിലെ ഇരിക്കുമ്പോൾ ഭഗവാനെ ആലോചിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെയല്ലേ? പക്ഷെ ഇപ്പൊക്കെ മാറുന്നു. കാരണം നമ്മൾ ശ്രമിച്ചാൽ മാറും എന്ന് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മൾ ശ്രമിക്കണില്ല. നമ്മൾ ഷോർട്ട് കട്ട് കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ചില പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക എന്നല്ലാണ്ട് ആ അമൂല്യമായിട്ടുള്ള സംഗതിയെ ലഭിക്കാനുള്ള പ്രവർത്തനം നമുക്ക് കുറവാണ് പലർക്കും. വളരെ കാഷ്വൽ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതാണ് നമ്മൾ സാധന ഉപാസന എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും നോക്കി നോക്കും. അപ്പൊ അതാണ് ഇവിടെ വളരെ ഗംഭീരായിട്ട് ആ സംഗതി പറഞ്ഞു തന്നിരിക്കുന്നത്. പ്രശാന്തി നിലയത്തിലാകട്ടെ, മറ്റു വല്ല സ്ഥലത്താകട്ടെ, തന്റെ സമക്ഷം ആരെങ്കിലും ഗീത, രാമായണം, ഭാഗവതം, ഉപനിഷത്ത് ഇവ വായിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുമ്പോൾ ബാബ ശ്രോതാക്കളെ കുറച്ചു നേരം സൂക്ഷിച്ചു നോക്കുന്നു. ആകസ്മികമായി വ്യാഖ്യാനത്തിൽ നിന്ന് കിട്ടിയ ഒരു വാക്കിൽ നിന്നോ വാചകത്തിൽ നിന്നോ പ്രേരണ ലഭിച്ച് ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും ഒരുപോലെ സന്തോഷം വരുമാറ് അർത്ഥഗ്രഹണ ക്ലേശമുള്ള വിഷയങ്ങളെ ലളിതമായി ബാബ തന്നെ വ്യാഖ്യാനിക്കും. ഇങ്ങനെ ശാസ്ത്രങ്ങളിലും പുണ്യഗ്രന്ഥങ്ങളിൽ അടങ്ങിയ ഗൂഢതത്വങ്ങളെ അദ്ദേഹം പലപ്പോഴും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഗോപികമാരുടെ ഭക്തി, സീതാപഹരണം, രാവണന്റെ സ്വഭാവം, ദുർവാസാവിന്റെ പ്രകൃതി, നാരദന്റെ ജീവിതം, ശ്രീകൃഷ്ണന്റെ രാജ്യതന്ത്രം, അവതാരം എന്നതിന്റെ അർത്ഥം, ശ്രാദ്ധകർമ്മത്തിന്റെ പ്രാധാന്യം, ഇങ്ങനെ പല വിഷയങ്ങളിലും ബാബയുടെ ഇത്തരം പ്രഭാഷണങ്ങൾ വെളിച്ചം വീശിയിട്ടുണ്ട്. പ്രശാന്തി നിലയത്തിലോ വേറെ എവിടെയായിരിക്കാലും ശരി, ആരെങ്കിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും ഗീതയോ രാമായണോ ഭാഗവതോ ഉപനിഷത്തൊക്കെ വായിക്കുക, എന്നിട്ട് വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാകുമ്പോൾ ബാബ കുറച്ചു നേരം ഇങ്ങനെ ഭഗവാൻ മിണ്ടാതിരിക്കും. കുറച്ചു നേരം ശ്രോതാക്കളെയൊക്കെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കും. പെട്ടെന്ന് ആ വ്യാഖ്യാനത്തിൽ നിന്നുള്ള ഒരു വാക്ക് എടുത്തിട്ട് ഭഗവാൻ അവിടെ അതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യാഖ്യാനം, അതിൽ ജ്ഞാനികളുണ്ടാവും, അജ്ഞാനികളുണ്ടാവും, പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാത്തവരുണ്ടാവും, ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്നും വലിയ ഗ്രാഹ്യമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ള എല്ലാവർക്കും വളരെ വേഗത്തിൽ അർത്ഥം മനസ്സിലാക്കുന്ന മാതിരി ലളിതമായിട്ട് ഭഗവാൻ ആ കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കും. അപ്പോ ശാസ്ത്രങ്ങളിലും പുണ്യഗ്രന്ഥങ്ങളിലൊക്കെ അടങ്ങിയ ഗൂഢങ്ങളായിട്ടുള്ള തത്വങ്ങൾ
അദ്ദേഹം വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. സാധാരണ രീതിയിൽ പോയി വായിച്ചാലൊന്നും മനസ്സിലാവാത്തത് സ്വാമി പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതിൽ ഗോപികളുടെ ഭക്തി, സീതയുടെ അപഹരണം, രാവണന്റെ സ്വഭാവം, ദുർവാസാവിന്റെ പ്രകൃതി, നാരദന്റെ ജീവിതം, ശ്രീകൃഷ്ണന്റെ രാജ്യതന്ത്രം, അവതാരം എന്നതിന്റെ അർത്ഥം, ശ്രാദ്ധകർമ്മങ്ങൾ അതും കൂടി, അതിന്റെ പ്രാധാന്യം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളില് ബാബ ഇത്തരം ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ ചില ഗ്രൂപ്പുകളിലൊക്കെ നടത്തിയിട്ട് ഒരുപാട് പേർക്ക് അതുകൊണ്ടുള്ള ഗുണം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഉള്ളിലൊക്കെ വെളിച്ചം വീശിയിട്ടുണ്ട്. പ്രശാന്തി നിലയത്തിൽ വെച്ച് നവരാത്രിയിലോ ശിവരാത്രിയിലോ പ്രഭാഷണം നടത്തുമ്പോൾ ബാബ ഗഗന വേദാന്ത തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികളല്ല. ചെറിയ ക്ലാസ്സിൽ നിന്ന് വലിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് കയറ്റം കിട്ടണ്ടേ? മായ, കർമ്മം, അഭ്യാസം, വാസന, സംസാരം, സഗുണം, നിർഗുണം എന്ന ദുർഗ്രഹാദർശങ്ങളെ കൂടി ബാബ കഥകളാലും ഉപദേശ കഥകളാലും പഴഞ്ചൊല്ലുകളാലും അലങ്കാരങ്ങളാലും കരതലാമലകം പോലെ സുവ്യക്തമാക്കുന്നു. ഒരിക്കൽ കഠം, ക്യാനം, മുണ്ടകം എന്നീ ഉപനിഷത്തുകളെ സംബന്ധിച്ച് തുടർച്ചയായി 3 ദിവസം സരളമായ വ്യാഖ്യാനങ്ങൾ നൽകുകയുണ്ടായി. എല്ലാ പ്രഭാഷണങ്ങളും നമ്മെ ആദർശ മണ്ഡലത്തിൽ മാത്രം നിർത്തി സ്വപ്നം കാണിപ്പിക്കാതെ സാധനയുടെ പ്രായോഗിക പദ്ധതികളിൽ കൊണ്ടുചെന്ന് വിടുന്നു. നിത്യേനയുള്ള പെരുമാറ്റത്തിൽ എങ്ങനെ അവയെ പ്രയോഗിച്ച് കാണിക്കുമെന്നതുവരെ പറയുന്നു. ഒരു നവരാത്രി കാലത്ത് തുടർച്ചയായി 3 ദിവസങ്ങളിലായി അദ്ദേഹം കർമ്മജ്ഞാന ഭക്തി മാർഗങ്ങളെ കുറിച്ച് പ്രസംഗിച്ചു. ആ പ്രസംഗ പരമ്പര അവസാനിച്ചത് എങ്ങനെയായിരുന്നു? കർമ്മമാർഗം ഭക്തിയെ കൂടുതൽ ദൃഢമാക്കുന്നു, ഭക്തിമാർഗം ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ ചില ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, വളരെ ദുർഗ്രാഹ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സംഗതികളാണ്. വേദാന്തത്തിൽ പറയുന്ന മായ എന്താ, ശരിയായ കർമ്മ എന്താ, എന്താണ് ശരിയായ അഭ്യാസം, എന്താണ് വാസനകൾ, എന്താണ് സംസാരം, സഗുണം എന്താണ്, നിർഗുണം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലർക്കും അറിയില്ല. എന്തോ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അതിന് ശരിയായിട്ടുള്ള ഒരു ധാരണ ആർക്കുമില്ല, പലർക്കും ഇല്ല, മുക്കാഭാഗം ആർക്കും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ ഭഗവാൻ വളരെ കഥകളിൽ കൂടിയും പല പഴഞ്ചൊല്ലിൽ കൂടിയും ചില പ്രത്യേകതരം ഭഗവാന്റേതായ രീതിയിൽ കൂടെയും ലളിതമായിട്ട് പറഞ്ഞുകൊണ്ട് അത് ആർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ വ്യക്തമാക്കി കൊടുക്കലുണ്ട്. ഭാവി പറയും, നിങ്ങളിപ്പോ എപ്പോഴും ചെറിയ ക്ലാസ്സിൽ ഇരുന്നാൽ മതിയോ? വലിയ ക്ലാസ്സിലേക്ക് പോകണ്ടേ? ഈ ഓരോ മിറാക്കിളും ഇതും മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. അതിനപ്പുറത്തേക്ക് പോകണ്ടേ? ആധ്യാത്മികമായിട്ട് ഉയരണ്ടേ? ആധ്യാത്മിക തത്വങ്ങൾ അറിയണ്ടേ? എവിടേക്കാണ് ഉയരേണ്ടത് എന്ന ധാരണ വേണ്ടേ? ഇതൊന്നുമില്ലാതെ ചെറിയ ക്ലാസ്സിൽ ഇരുന്നിട്ട് തറാ പറ എന്ന് പറഞ്ഞാൽ മതിയോ? അതിനപ്പുറത്തേക്ക് കയറിപ്പോണ്ടേ? പ്രൊമോഷൻ കിട്ടണ്ടേ എന്ന് സ്വാമി ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ പലപ്പോഴും പലരും പറഞ്ഞ കേൾക്കാം, ഭക്തി മാത്രം മതി, നമ്മൾക്ക് അതും ഇതൊന്നും അറിയണമെന്നൊന്നുമില്ല. നിരതിശയമായ ഭക്തി ആവണം. നിരതിശയമായ ഭക്തിയുള്ള ഒരു ഭക്തന് ഇതിലേക്കെല്ലാം താല്പര്യം ഉണ്ടാവും. ആ നിരതിശയമായ ഭക്തിയുടെ പ്രഭാവം കൊണ്ട് ആൾക്ക് വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും. നമ്മളൊരാളൊരു ഭക്തി പറയാണ്, എനിക്ക് ഭക്തി ഉണ്ട്, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല. ഭക്തി വളരെ താണ നിലയിൽ നിന്ന് അങ്ങേയറ്റം വരെ എത്തുന്ന ഒരു സാധനം ഈ ഭക്തി എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഭക്തിയുണ്ട് എന്ന് ആർക്കും പറയാം. പക്ഷെ ഭക്തിയുടെ എങ്ങനെയാണ് അളക്കുക? പരാഭക്തിയിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കൊരാളെ കണ്ടാലൊന്നും മനസ്സിലാവില്ല. അപരാഭക്തിയില് നമ്മൾ പല രീതിയിലും ഇരിക്കണം. പല കാര്യങ്ങളെ നമ്മളൊക്കെ കൂടുതലായിട്ടും പ്രാപഞ്ചികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്തിയാ. നമുക്ക് പ്രൊമോഷൻ കിട്ടണം, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നേരെയാവണം, നമുക്ക് വാഹനം വേണം, നമുക്കൊരു വീടുണ്ടാക്കണം, നമുക്ക് നല്ല സൽപ്പേരുണ്ടാവണം. ഇതൊക്കെയാണ്. ഇതിന്റെ കൂടെ നമ്മൾ നാമം ചെല്ലുന്നുമുണ്ട്, സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഓങ്കാര സുപ്രഭാതമൊക്കെ ചെയ്യുന്നുണ്ട്.
പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഭൂരിപക്ഷം പേരും എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ഞാനുമായിട്ട് കൂടിച്ചേരണം, എനിക്ക് ഭഗവാനെ കിട്ടണം എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര വായിച്ചാലും എത്ര ഭഗവാന്റെ പ്രഭാഷണം കേട്ടാലും ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പലരും ശ്രമിക്കലില്ല, ഭൂരിപക്ഷം ശ്രമിക്കലില്ല. അവരുടേതായ കാര്യങ്ങളിൽ മാത്രം ഭഗവാനെ ഒതുക്കി നിർത്തും. അവരുടെ കാര്യം പറയുന്ന കൂട്ടത്തിൽ ഒന്ന് സമസ്ത ലോകാസുഖനോ ഭവന്തോന്നും കൂടി പറയാൻ വേണ്ടി മറക്കും. അതാണ് സാധാരണ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ സ്വാമി പറഞ്ഞത്, നിങ്ങൾക്ക് ഇനി ആ ചെറിയ ക്ലാസ്സിൽ ഇരുന്നാൽ മതിയോ? നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടണ്ടേ? നിങ്ങൾക്ക് അതിൽ ഈ ഒരു പാരഗ്രാഫിൽ കൃത്യമായിട്ട് വരുന്നുണ്ട്. കാരണം ചില സംഗതികളൊക്കെ, ശാസ്ത്രപരമായ ചില കാര്യങ്ങൾ, കർമ്മം, മായ, അഭ്യാസം, വാസന, സംസാരം, സഗുണം, നിർഗുണം, ഈ കാര്യങ്ങളൊക്കെ അറിയണം. ഒരു സാധകൻ ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഭഗവാൻ ഈ പല സ്ഥലങ്ങളിലുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യസായി വാണിയും അതേമാതിരി വാഹിനി സീരീസും, അതിലെല്ലാം നമ്മള് സ്വാധ്യായം വേണമെന്ന് പറയുന്നുണ്ടല്ലോ. കുറെയൊക്കെ വായിക്കണം, എന്നിട്ട് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോഴല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പിന്നെ ഭഗവാന്റെ അടുത്തുനിന്ന് ബാക്കിയുള്ള ആചാര്യന്മാരെ മാതിരിയല്ല. സ്വാമി ഒരു ഉപനിഷത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്കത് അപ്പൊ തന്നെ മനസ്സിലാവും. നമ്മൾ വേണം ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയതുണ്ട്, ഗോവിന്ദാചാര്യർ എഴുതിയതുണ്ട്, അതിഗംഭീരന്മാര് ഉപനിഷത്തുകളുടെ ആ സംഗതികളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് എന്ത് മനസ്സിലാവും? മുക്കാൽ ഭാവം മനസ്സിലാവും. സ്വാമി എഴുതിയ ഉപനിഷത്ത് കഠം, കേനം, മുണ്ടകൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. വളരെ വേഗത്തിൽ സംഗതികൾ, ലളിതമായിട്ട് സംഗതി മനസ്സിലാവും. എന്താണ് ആ ഉപനിഷത്ത് നമ്മളെ നമുക്ക് പറഞ്ഞു തരാൻ വിചാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയാണ് 3 ദിവസം ഭഗവാൻ ഈ ഉപനിഷത്തുകളെ സംബന്ധിച്ച് സരളമായ വ്യാഖ്യാനങ്ങൾ നൽകിത്തരും. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി. ഭഗവാന്റെ പ്രഭാഷണങ്ങളെ നമ്മൾ ഏതെങ്കിലും ഒരു ഡയമെൻഷനിൽ, ആദർശ മണ്ഡലത്തിൽ ഇങ്ങനെ നിർത്തിയിട്ട് സ്വപ്നം കാണിപ്പിക്കുകയല്ല ചെയ്യുക. അത് വളരെ പ്രാഗ്മാറ്റിക് ആയിരിക്കും. നമ്മൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് വരേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് സ്വാമി പറയുക. അല്ലാതെ അതിനെ കേട്ടിട്ട് എവിടെയോ എത്താത്ത ഒരു ഡയമെൻഷനിലേക്ക്, സ്വപ്ന സ്ഥലങ്ങളിലേക്ക് ഉയരണം എന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ സ്തംഭിച്ചു നിൽക്കുകയല്ല ചെയ്യുക. ഭഗവാന്റെ പ്രഭാഷണം കേട്ടാൽ ഒരു സൊല്യൂഷൻ ഒപ്പം ഉണ്ടാവും. ഇന്ന മാതിരി ആയാൽ ഇങ്ങനെ ആവും എന്നുള്ളത് ഉറപ്പിച്ച് സ്വാമി പറയും, സ്വപ്നം കാണിപ്പിക്കില്ല. എന്നിട്ടോ, അല്ലെങ്കിൽ സാധനയ്ക്ക് എന്താ കാര്യം? സാധനയിൽ കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള തലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണ്ടേ? അല്ലെങ്കിൽ ആർക്കാ സാധനയിൽ താല്പര്യം ഉണ്ടാവുക? നമ്മുടെ സാധനങ്ങളൊക്കെ ചെയ്യുന്നു, നമ്മൾക്ക് ഒന്നും തന്നെ ശരിയാവണില്ല. അതെന്താ കാരണം? അത് വേണ്ട രീതിയിൽ എങ്ങനെയാണെന്നുള്ള അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും ആചാര്യന് ഉപദേശിച്ചു തരുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് വരുള്ളൂ. അതാണ് സാധാരണ ഗുരുക്കന്മാരും അവതാര ഗുരുക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം. ശ്രുതി ഭഗവാനൊക്കെ അവിടെ ഇരുന്നിട്ട് 1-2 വാക്ക പറയണുള്ളൂ. ഒരു ഉപനിഷത്തിന്റെ മുഴുവൻ വ്യാഖ്യാനം ഒരൊറ്റ വാക്കിൽ വരും. അപ്പോ വെല്ലേ പാർലയിൽ വെച്ചിട്ട് ദീക്ഷത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു കുട്ടിക്ക് സാരി കൊടുത്ത കഥ, ധാവണി വാങ്ങിക്കൊടുത്ത കഥയൊക്കെ ഇല്ലേ? ഈശാവാസ്യോപനിഷത്തിന്റെ ഒരു വ്യാഖ്യാനമായിട്ട് എത്ര വേഗം മനസ്സിലാവും അതിന്, ആ കാര്യത്തിൽ നിന്നും എന്താണ് ഈശാവാസ്യത്തിന്റെ തത്വം എന്നുള്ള കാര്യം. എന്നാൽ വേറെ വല്ല ആചാര്യന്മാരെ പറഞ്ഞ് വളച്ചൊടിച്ച് സംസ്കൃത ഇതൊക്കെ ചൊല്ലി അതിന്റെ ഇതൊക്കെ പറഞ്ഞ് ഒടുക്കം നമ്മൾക്ക് എന്തെങ്കിലും കുറച്ച് അറിഞ്ഞെങ്കിൽ അതും കൂടി ചെയ്യേണ്ടി വരും. അപ്പൊ ഭഗവാന്റെ രീതി അങ്ങനെയാണ്. അങ്ങനെ സാധനയുടെ പ്രായോഗിക പദ്ധതികളിൽ കൊണ്ടുചെല്ലി എത്തിക്കും നമ്മളെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ കൂടെ. നിത്യമുള്ളതായ നമ്മുടെ പെരുമാറ്റത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് പ്രയോഗിക്കുക?
എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. നമ്മൾ ഇതെല്ലാം പഠിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കണ്ടേ? ആ ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ ഭഗവാന്റെ എന്ത് നമ്മൾ നോക്കിക്കോളൂ. ഭഗവാൻ പറഞ്ഞ സംഗതികൾ നമുക്ക് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ കഴിയുന്ന സംഗതികളായിരിക്കും. അത് വെറുതെ അങ്ങോട്ട് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോവില്ല. പോകേണ്ട കുറെ വാക്കുകളല്ല ആവുക, ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അദ്ദേഹം നവരാത്രി കാലത്തൊക്കെ 3 ദിവസമായിട്ട് ഭക്തിജ്ഞാന കർമ്മ മാർഗങ്ങളെ പറ്റിയൊക്കെ പ്രസംഗിച്ചതും, ആ പ്രസംഗിച്ച ശേഷം അവസാനം എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്? കർമ്മമാർഗം ഭക്തിയെ കൂടുതൽ ദൃഢമാക്കുന്നു. അപ്പൊ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നവരാ. കർമ്മം ചെയ്യാതെ അവിടെ ജീവിക്കാൻ ആർക്കും പറ്റില്ല. കർമ്മമില്ലാതെ ഒരു മിനിറ്റും ഒരു സെക്കൻഡ് പോലും ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ ആ കർമ്മങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ആ കർമ്മങ്ങളെ യജ്ഞഭാവത്തിൽ ചെയ്തിട്ട്, യജ്ഞഭാവത്തില് നമ്മൾക്ക് സഹവർത്തിത്വം വേണം, അതിൽ പൂർണ്ണ വിശ്വാസം വേണം, ആ ചെയ്യുന്നതിൽ എല്ലാവർക്കും സുഖം തരണം എന്ന ആശയം ഉണ്ടാവണം, ആ ചെയ്യുന്നതായിട്ടുള്ള കാര്യം നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമുക്ക് യജ്ഞം എന്ന് പറയാൻ നിവൃത്തിയുള്ളൂ. മറ്റത് വെറും ഒരു പ്രവർത്തനം മാത്രം. അപ്പൊ നമ്മളെ ഒരു സംശയം ചോദിച്ചോട്ടെ? പറയേ. അതെ, യജ്ഞഭാഗത്തെ ചെയ്യുമ്പോ ഞാനല്ല ഇതൊക്കെ നീയാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവം ഉണ്ടോ? അല്ല, ഭാവം വരണോ? ധാരണ വേണല്ലോ. ഇപ്പോ യജ്ഞഭാവത്തിൽ ചെയ്യുമ്പോ നമ്മൾക്ക് അഹങ്കാരം തീരെ പാടില്ല. ഞാൻ ഈ ഭഗവാന്റെ പ്രാപഞ്ചികമായ നിയമത്തിലെ ഒരു കണ്ണിയാണ്. ഇവിടെ ആരെന്ത് പ്രവർത്തനം ചെയ്താലും അത് ഈശ്വര നിശ്ചയമായിട്ടുള്ള ഒരു മണ്ഡലത്തിലെ പ്രവൃത്തിയായിട്ട് മാറും. നമ്മൾക്കൊക്കെ എന്താ ഞാൻ ചെയ്തു എന്നുള്ള തോന്നല. ഈശ്വരേച്ഛയില്ലാതെ ഒരു പ്രവർത്തനം ആർക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്രവർത്തനങ്ങള് സ്വാർത്ഥ താല്പര്യമില്ലാതെ, ഫലേച്ഛ കൂടാതെ മുഴുവൻ എന്നിൽ വന്നു ചേർന്നിട്ടുള്ളതായ സ്വകർമ്മങ്ങളാണ് എന്ന രീതിയിൽ തെല്ലും അഹങ്കാരമില്ലാതെ, കർത്തൃത്വ ഭോക്തൃത്വമില്ലാതെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന രീതിയിൽ നല്ല സഹവർത്തിത്വത്തോടു കൂടെ എല്ലാവരും ആ ചെയ്യുന്ന മേഖലയിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി സമൂഹ നന്മയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കോ നന്മയ്ക്കോ ഒക്കെ വേണ്ടിയിട്ട് ഈശ്വരനിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതൊരു യജ്ഞമാവുള്ളൂ. അപ്പോഴാണ് അതിനുള്ള ശരിയായിട്ടുള്ള അതിന്റെ നിലവാരത്തിലേക്ക് അത് ഉയരുള്ളൂ. അപ്പൊ അതാണ് ഈ കർമ്മമാർഗത്തിൽ കൂടെ പോകുമ്പോ നമ്മുടെ ഭക്തി ദൃഢമാവും. എല്ലാം ഭഗവാനെ അർപ്പിച്ചുകൊണ്ടാണല്ലോ ചെയ്യണത്. ഭക്തി ദൃഢമാവുമ്പോഴോ ആ ഭക്തി മാർഗം നമ്മളെ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള ജ്ഞാനത്തിലേക്ക് എത്തിക്കും. ജ്ഞാനമാർഗം അത് ആദ്യം തന്നെ പോയിട്ട് ജ്ഞാനമാർഗത്തിലേക്ക് പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്, എളുപ്പ പണിയല്ല. അപ്പോൾ അതാണ് എളുപ്പമാർഗം ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും എന്തെങ്കിലും കർമ്മം ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഉറങ്ങുമ്പോൾ അല്ലാണ്ട്, ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഒക്കെ അത് വേറെയുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ എന്തെങ്കിലും കർമ്മം ചെയ്യാം. ഇനി ശരീരം കൊണ്ട് ചെയ്തില്ലെങ്കിലോ മനസ്സിൽ കർമ്മം നടന്നുകൊണ്ടിരിക്കും. അതൊക്കെ ഈ പ്രപഞ്ച ചാക്രികമായിട്ടുള്ള ഈ പ്രപഞ്ച ധർമ്മങ്ങളിലെ ചലനത്തിനനുസ്യൂതമായിട്ട് എന്നിൽ കൂടെ വന്നു വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുണ്ടായെങ്കിൽ മാത്രമാണ് ഈ പ്രാപഞ്ചികമായ ഭഗവാന്റെ കർമ്മങ്ങൾ മുഴുവനാവുള്ളൂ. അപ്പൊ ഞാനത് സമാചാരമായിട്ട് നന്നായിട്ട് ചെയ്യേണ്ടത് എൻ്റെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞാൻ വിവേകപൂർവം ചെയ്യണം എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് സ്വാർത്ഥതയൊന്നും ഇല്ലാണ്ട്
സ്വാർത്ഥത വന്നു വിചാരിക്കുക, എന്ത് കാര്യം ചെയ്താലും ഞാനാ ചെയ്യണത് കാണിച്ചു തരാം, അങ്ങനെ എങ്ങനെ, അതിലെന്താ ഉണ്ടാവുക? അതിന് ഏതൊരു ഭഗവാനാണ് ഇഷ്ടപ്പെടുക? ആലോചിച്ചു. അല്ല, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് അടിപിടി ആയാലോ എന്ത് കാര്യമുണ്ട്? അപ്പോ കശപിശയൊന്നും ഇല്ലാണ്ട് ഭഗവാനോട് സ്നേഹത്തോട് കൂടിയിട്ട്, എല്ലാവരോടും സ്നേഹത്തോട് കൂടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ അവനവന് പേരിനോ പ്രശസ്തിക്കോ ഒന്നും അല്ലാണ്ട് നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു യജ്ഞഭാവത്തിലാവുമ്പോൾ അത് ഭക്തിയെ വർദ്ധിപ്പിക്കും. ഭക്തി വർദ്ധിക്കുന്ന ഒരു അവസരത്തിലാണ് അവിടെ നിന്ന് ജ്ഞാനഭാവത്തിലേക്ക് എത്താൻ സാധിക്കുക. ജ്ഞാനം നേടുന്നവരെ നമുക്ക് ജനിക്കണം, മരിക്കണം. അപ്പൊ ആ കാര്യമാണ് ഇവിടെ സ്വാമി പറഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞത്. ചിലപ്പോൾ യോഗങ്ങളിൽ വെച്ച് വല്ല പ്രാസംഗികരും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ വിഷയങ്ങൾ ആസ്പദമാക്കി പൂർണ്ണ വ്യാഖ്യാനങ്ങൾ നൽകി ബാബ അനേകം സഹസ്രം ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു. അദ്ദേഹം ഒരു നാൾ സത്സംഗം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അത് ക്രമേണ നിസ്സംഗത്തിലേക്ക് നയിക്കുമെന്നും സജ്ജന സഹവാസം ക്രമേണ ഐക്യബന്ധങ്ങളെ വിടുവിക്കുമെന്നും കാണിച്ചു. മറ്റൊരു ദിവസം പരോപകാരം എന്നായിരുന്നു വിഷയം. ബാബ ബുദ്ധിമാന്മാർ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് പറഞ്ഞു. കുറച്ചു മുമ്പ് സാമൂഹ്യ സേവനത്തെ അധികരിച്ചൊരു മാന്യൻ സംസാരിച്ചു കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം മൂർത്തിത്രയമായിരുന്നു വിഷയം. ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ പ്രവർത്തന പരിധികളെ സംബന്ധിച്ച് ഭഗവാൻ വ്യാഖ്യാനിച്ചു. അന്ന് ആരോ ദത്താത്രേയന്റെ കഥ പറഞ്ഞതായിരുന്നു ആ പ്രസംഗത്തിന്റെ പശ്ചാത്തലം. നമുക്കറിയാം, ഭഗവാന്റെ പ്രസംഗങ്ങളിൽ അധികവും അതിനു മുമ്പേ ആരെങ്കിലും പ്രസംഗിച്ചതോ ഉള്ള സംഗതികളിൽ നിന്ന് എടുത്തിട്ട് അതിൽ ആരെങ്കിലും പറഞ്ഞ ചില കാര്യങ്ങളെ ഭഗവാൻ അതിഗംഭീരമാക്കി വ്യാഖ്യാനിക്കും. ഭഗവാന്റെ പ്രസംഗങ്ങൾ അധികം എക്സ്റ്റംബർ ആണല്ലോ. ഭഗവാൻ ഒരു പ്രസംഗം എഴുതി കൊണ്ടുവരേ അല്ലെങ്കിൽ പഠിച്ചു കൊണ്ടുവരുന്നല്ലോ. അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യത്തിൽ നിന്നിട്ട് പ്രസംഗിക്കുക, അല്ലെങ്കിൽ നവരാത്രിയോ ശിവരാത്രിയോ ഒക്കെ ആണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കും. അല്ലാത്ത രീതിയിലുള്ള പ്രസംഗങ്ങളോ ഭഗവാന്റെ പ്രഭാഷണങ്ങളോ ഒക്കെയും ആദ്യം പറഞ്ഞ ആള് പറഞ്ഞതിനനുസരിച്ചോ അതിൽ നിന്ന് ഏതെങ്കിലും വാക്കെടുത്തിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പം ആ സംഗതിയെ ഭഗവാൻ പറഞ്ഞു തരുമ്പോൾ അതൊരു നല്ല വ്യാഖ്യാനമായിട്ട്, പൂർണ്ണ വ്യാഖ്യാനമായിട്ട് മാറും. അപ്പൊ എല്ലാവർക്കും തൃപ്തി വരും. സത്സംഗത്തെ പറ്റിയിട്ട് ഒരു ദിവസം സംസാരിച്ചപ്പോൾ സത്സംഗത്തെ, നിസ്സംഗത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികളുടെ ആ ശ്ലോകത്തിൽ തന്നെ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നിസ്സംഗത്ത് സജ്ജന സഹവാസം, അങ്ങനെ ഐക്യബന്ധങ്ങളെ വിടിവിച്ചിട്ട് അവസാന ജ്ഞാനമാർഗത്തിലേക്ക് വരിക എന്ന കാര്യങ്ങളെ ഭഗവാന്റേതായ രീതിയിൽ പറഞ്ഞ് എല്ലാവരും മനസ്സിലാക്കിച്ചു. മറ്റൊരു ദിവസം പരോപകാരം എന്നായിരുന്നു. ബുദ്ധിമാന്മാരെ അതിനെ എങ്ങനെയാ ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതിനെപ്പറ്റി ഒരാൾ അതിനു മുമ്പേ എന്താണ് സാമൂഹ്യ സേവനം എന്നൊരു മാന്യൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പിടിച്ചുകൊണ്ടാണ് സ്വാമിയുടെ പ്രസംഗം നടത്തിയത്. ഒരു ദിവസം ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ആരാണ്, അവരുടെ പ്രവർത്തന പരിധികൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ എന്താ കാര്യം ഉണ്ടായത്? ദത്താത്രേയനെ പറ്റിയിട്ട് അതിന് മുമ്പത്തേല് ഒരു കഥ പറഞ്ഞു. ദത്താത്രേയനില് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ദത്താത്രേയന്റെ കഥ പറഞ്ഞപ്പോ ഭഗവാൻ അതിൽ നിന്ന് എടുത്തിട്ട് ഈ മൂർത്തിത്രയങ്ങളെ കാര്യങ്ങൾ, ത്രിമൂർത്തികളുടെ കാര്യങ്ങളെ വളരെ വിശദമായിട്ട് പറഞ്ഞു. വിജയദശമി, ശിവരാത്രി, ഉത്തരായണം, ഗുരുപൗർണമി മുതലായ ആഘോഷ ദിവസങ്ങളിൽ അതാത് ദിനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആത്മഗുണം സിദ്ധിക്കുമാറ് അവയെ എങ്ങനെ ആഘോഷിക്കാം എന്നതിനെ കുറിച്ചും സംസാരിക്കുന്നു. മനസ്സിന്റെ അധിഷ്ഠാന ദേവത ചന്ദ്രനാണ്. പൗർണമി കഴിഞ്ഞ് 14-ാം നാൾ ചന്ദ്രൻ തീരെ ക്ഷയിക്കുന്നു. അതുകൊണ്ട് ചഞ്ചലമായ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ഉദ്ദേശിക്കുന്ന സാധകൻ വിജയം കൈവരിക്കാൻ അന്നേ ദിവസം സാധന കുറച്ചുകൂടി മനസ്സുറപ്പോടെ ചെയ്യണം. ആ രാത്രി ശിവൻ അർപ്പിക്കണം. എല്ലാ മാസവും ശിവരാത്രി വരുന്നുണ്ട്. ആ രാത്രി ശിവൻ അർപ്പിക്കണം. വിജയദശമി എന്താണ്? നന്മയുടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തികൾ അധപ്പതിക്കുന്ന വാസനകളുടെയും പ്രേരണകളുടെയും മീതെ വിജയം കൈവരിച്ച ദിനമാണ്. ഉത്തരായണം ഉത്തമായനമാണ്.
ദൈവിക യാനത്തിന്റെ ദിവ്യാർത്ഥ വർഷത്തിന്റെ പ്രഭാതത്തെ കുറിക്കുന്നു. അത് മനുഷ്യബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയായ സൂര്യൻ ദിവ്യമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ്. ഒഴുക്കനനുസരിച്ച് നീന്തുക, ബാബ പറയുന്നു. സൂര്യൻ തന്നെ ഉത്തർപ്രദേശത്തേക്ക് ആത്മജ്ഞാനമാകുന്ന കൈലാസത്തേക്ക് ചെല്ലുന്ന കാലമാണത്. ഇതാണ് ആധ്യാത്മിക ജ്ഞാനം ആർജിക്കാനും തപസ്സിനും യോജിച്ച സമയം. ഭക്തർക്കും ആധ്യാത്മിക ജ്ഞാനാർത്ഥികൾക്കും ഗുരുനാഥന്മാരെയും അവരുടെ ജ്ഞാനനിധിയെയും വണങ്ങേണ്ടുന്ന അവസരത്തെ കാണിച്ചു കൊടുക്കാനാണ് ഗുരു പൗർണമി. അന്നത്തെ പ്രസംഗത്തിൽ ഗുരുനാഥന്മാർക്കുണ്ടാകേണ്ട പ്രധാന ഗുണങ്ങൾ എന്തെന്ന് ബാബ വിസ്തരിക്കും. ഏത് പരിശോധനകൾ നിമിത്തം യഥാർത്ഥ ഗുരുനാഥന്മാരെ കള്ളച്ചരക്കുകളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി അറിയാമെന്നും പറയും. ബാബയുടെ പ്രഭാഷണം ഓരോന്നിനും തനതായൊരു ഉത്തേജന ശക്തിയും ഒരു സന്തോഷപ്രധാന ശക്തിയും ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊരു യുണീക്കാണ്. അതിന് അങ്ങേയറ്റം നമ്മളെ ഉത്തേജിപ്പിക്കാൻ സാധിക്കും. അതേമാതിരി നമുക്ക് എത്തുന്നില്ലാത്ത ആനന്ദം ആ ഭഗവാന്റെ പ്രഭാഷണം കേട്ടാലുണ്ടാവും. നമ്മൾക്ക് എന്തൊക്കെയോ കുറെ സംഗതികൾ നമ്മൾ ഗ്രഹിച്ചു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു വിജയദശമി, ശിവരാത്രി, പൂർവപൗർണമിയൊക്കെ ആ ദിനങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് സ്വാമി സംസാരിക്കുക. അതെന്താ അതിലെ ഏറ്റവും പ്രധാനം? വിജയദശമി എന്ന് പറഞ്ഞാൽ അന്ന് കുറച്ചു നേരം ഭജന എഴുതി, കുറച്ച് നഗരസങ്കീർത്തനത്തിന് ആദ്യം നഗരസങ്കീർത്തനത്തിന് പോയി, പിന്നെ ഓംകാര സുപ്രഭാതമൊക്കെ ചൊല്ലി, പിന്നെ കുറെ നേരം ഭജന ചൊല്ലി, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നിട്ട് ഏതോ ഒരു വാഹിനി വായിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടി ഭജന ചൊല്ലി, കുറച്ച് നാമം ചൊല്ലി, കുറച്ച് ഗായത്രി ചൊല്ലി. ഇതൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ ചെയ്താൽ മതിയോ? ആ ദിവസത്തിനെ എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ആധ്യാത്മികമായ ഉന്നമനത്തിലേക്ക് എത്താൻ ഈ ഒരു ദിവസം കൊണ്ട് എങ്ങനെ സാധിക്കും എന്ന രീതിയിലുള്ള പ്രവർത്തനത്തിനാണ് പ്രാധാന്യം. അല്ലാതെ കുറെ കാര്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ മെക്കാനിക്കലായിട്ട് ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയണു എങ്ങനെയാണ് അതിനൊരു ഉദാഹരണം. മനസ്സിന്റെ അധിഷ്ഠാന ദേവത ചന്ദ്രൻ. പൗർണമി കഴിഞ്ഞിട്ട് 14 ദിവസം ചന്ദ്രൻ ക്ഷയിക്കും. അതുകൊണ്ട് ചഞ്ചലമായ മനസ്സിനെ നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്ന സാധകൻ വിജയം കൈവരിക്കാൻ അന്നേ ദിവസം സാധന കുറച്ചുകൂടി മനസ്സുറപ്പോടെ ചെയ്യണം. അയാൾക്ക് മനസ്സിലാവണം ഞാൻ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാ? ആ മനസ്സിനെ അർപ്പിക്കാനാണ്. ആ രാത്രി എന്തിനു ചെയ്യണം? ശിവനെ അർപ്പിക്കണം. ശിവരാത്രി എല്ലാ മാസവും ഉണ്ട്. ആ ദിവസങ്ങളിലൊക്കെയും ഇത് പ്രാധാന്യത്തോടു കൂടി അറിഞ്ഞുകൊണ്ടുള്ള സാധനകൾ ചെയ്യണം. വിജയദശമി എന്ന് പറഞ്ഞാൽ എന്താ? നന്മയുടെ പരിശുദ്ധമായ ആത്മാവിന്റെ ശക്തികള് മോശമായ അധപ്പതിക്കുന്ന വാസനകളുടെയും പ്രേരണകളുടെയും മീതെ വിജയം കൈവരിക്കുന്ന ദിവസമാണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ദിവസത്തിൽ വളരെ അറിഞ്ഞുകൊണ്ട് നമ്മൾ സാധന ചെയ്യണം. അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ അത് ജപിക്കണം. എൻ്റെ മനസ്സ് ഒരിക്കലും ഈ താഴ്ന്ന രീതിയിലേക്ക് അധപ്പതിക്കരുതേ ഭഗവാനെ. ഈ ദിവസത്തിന്റെ പ്രാധാന്യം പോലെ അത് ഉന്നതമായ വ്യവസ്ഥകളിലേക്ക് ഉയരണേ എന്ന് നമ്മൾ ആ സമയത്ത് പറയാണ്. പിന്നെ ഉത്തരായണത്തിന്റെ കാര്യം പറയുന്നു, ദൈവികയാനത്തിന്റെ കാര്യം പറയുന്നു. സൂര്യൻ ദിവ്യമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന കാലത്തിന് അനുസരിച്ചിട്ട് നമ്മളും അതേമാതിരി ഉയർന്നു പോകണം എന്ന ചിന്തയോടുകൂടിയൊക്കെ പറഞ്ഞ് ഈ സൂര്യൻ മുന്നോട്ട് പോയി വടക്കോട്ടേക്ക് പോയി എങ്ങോട്ടാ പോണെന്ന് പറയണത്? ആത്മജ്ഞാനമാവുന്ന കൈലാസത്തിലേക്ക് ചെല്ലുന്ന കാലമാണ് അത്. അത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. നമ്മളെ കൈലാസമാകുന്ന ആ ആത്മീയമായ ആ പർവ്വതത്തിലേക്ക് അവിടെ അവിടെയുള്ളത്? അവിടെ ശിവനാണ്, ശിവപാർവതിമാര്. അവരടുത്തേക്കുള്ള ഒരു പ്രയാണമാണിത്. അവിടേക്ക് പോയാൽ എനിക്ക് ആധ്യാത്മികമായ ജ്ഞാനം ലഭിക്കും. ഇത് ഏറ്റവും അതിന് പറ്റിയ സമയമാണ് എന്ന രീതിയിൽ ശക്തിപ്പെട്ട സാധന ചെയ്യാൻ ആ ഒരു ദിവസത്തെ നമ്മൾ ഉപയോഗിക്കണം. അല്ലാണ്ട് വെറുതെ ഒരു ദിവസം എന്തോ ആലോചിച്ചുകൊണ്ട് സമിതിയിൽ പോയിരിക്കുക, കുറെ എന്തൊക്കെ ചെയ്ത് പോരുക, അതുകൊണ്ട് കാര്യമില്ല. ഇത്തരം ചിന്തകൾ നമുക്കുണ്ടാവണം.
പിന്നെ ഗുരുപൗർണമി നമ്മളെപ്പോഴും പറയണ മാതിരി തന്നെ ഗുരുക്കന്മാരെ ആധ്യാത്മികമായിട്ടുള്ള അറിവ് കിട്ടാനുള്ള നമ്മളെപ്പോലുള്ളവരൊക്കെ ഗുരുക്കന്മാരുടെ അവർക്ക് കിട്ടിയ ജ്ഞാനത്തിന്റെ നിധിയെയൊക്കെ വണങ്ങേണ്ട ദിവസമാണ് ഗുരുപൗർണമി. ഗുരുക്കന്മാർക്ക് ഉണ്ടാവേണ്ട പ്രധാന ഗുണങ്ങൾ എന്താണ്, ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ വിസ്തരിക്കും ആ ദിവസത്തിൽ. അപ്പോ നമ്മൾക്കും വിവരം കിട്ടും ഒരു ഗുരുവിനെ എങ്ങനെയാ തെരഞ്ഞെടുക്കുക, ഒരാൾ വന്നാൽ അയാൾ ഒരു ഗുരു ആണെന്ന് എങ്ങനെ തീർച്ചപ്പെടുത്തും എന്ന കാര്യങ്ങളൊക്കെ ഭഗവാന്റെ പ്രസംഗം കേട്ടാൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് നല്ല ഉത്തേജന ശക്തിയും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രസ്താവിച്ചിട്ടുള്ളത്. ബാബ തന്റെ പ്രഭാഷണങ്ങളെ മന്നുഭോജനം എന്ന് പറയുന്നു. അതായത് മരുന്ന് ഭോജനമാണ് താൻ നൽകുന്നതെന്ന് പറയുന്നു. ബിന്ദുഭോജനങ്ങൾ, അജീർണം ഉളവാക്കുന്ന സദ്യകൾ നൽകുവാൻ മറ്റു പേരുണ്ടല്ലോ. അതിനാൽ താൻ കൊടുക്കുന്ന മരുന്നിൽ ഒരു വാക്കെങ്കിലും വിടാതെ അപ്പടി ഇറക്കണമെന്ന് അദ്ദേഹം പറയുന്നു. രോഗശമനാർത്ഥം വന്ന വലിയ വിഷഗ്വരനാണ് അദ്ദേഹം. അതിനാൽ ഏതെങ്കിലും രണ്ട് പ്രഭാഷണങ്ങൾ ഉള്ളടക്കത്തിലോ രീതിയിലോ ഒരുപോലെയുള്ളതല്ല അദ്ദേഹം പറയുക. എൻ്റേതൊരു പ്രസംഗമല്ല, ഒരു കഷായമാണ്. എല്ലാവർക്കും എല്ലാ രോഗങ്ങൾക്കും ഒരുപോലെ ബാധിക്കുന്ന ഒറ്റ മൂലിക അല്ല. ഇവിടെ വളരെ ഗംഭീര എൻ്റെ പ്രഭാഷണങ്ങളെ അത് മരുന്ന് കഴിക്കുന്ന മാതിരിയാണ്. മനുഭോജനമാണ്, മന്നുഭോജനമാണ്, മരുന്ന് കഴിക്കുന്ന മാതിരിയാണ്. വിന്ദുഭോജനങ്ങള് വലിയ സദ്യകള് കണ്ട നല്ല സ്വാദുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അജീർണം വരുന്നതായിട്ടുള്ള സംഗതികളുണ്ടല്ലോ, അതല്ല എൻ്റേത് മരുന്നിന്റെ എഫക്റ്റ് ഉള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്ന ആ മരുന്നിന്റെ ഒരു വാക്കുപോലും നിങ്ങൾ വിടാൻ പാടില്ല, അത് മുഴുവൻ ഇറക്കണം. നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ള രോഗമായിട്ടുള്ള ഭവരോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വന്ന വിഷഗ്വരനാണ് ഭഗവാൻ. അവിടെ ഏത് രോഗ ശമിക്കേണ്ടത്? ഭവരോഗമാണ് നമുക്ക് ഇല്ലാതാവേണ്ടത്. എന്താ ഭവരോഗം? ഈ പ്രപഞ്ചമാണ് ശരി, ഈ പ്രപഞ്ചം മാത്രമാണ് സത്യം എന്ന മിഥ്യാധാരണ, ഈ ലോകമാണ് സത്യം എന്ന മിഥ്യാധാരണ, അതില്ലാതാക്കിയിട്ട് ഈ ലോകം ഒരു മിഥ്യയാണെന്നും ഇത് താൽക്കാലികമായിട്ടുള്ള വ്യാവഹാരികമായിട്ടുള്ള ആപേക്ഷികമായിട്ടുള്ള ഒരു തലം മാത്രമാണെന്നും ഇവിടെയുള്ള അനുഭവങ്ങളും ഇവിടെയുള്ള അനുഭൂതികളൊക്കെ മാറിമറിയുന്നതും നശിച്ചു പോകുന്നതുമാണെന്നും സ്ഥിരമായി നിത്യതയോടെ സച്ചിദാനന്ദമായ അവസ്ഥയിൽ എല്ലാ വിവരങ്ങളോടും കൂടെ പ്രകാശിച്ചു നിൽക്കുന്ന ഒന്നു മാത്രമേ സത്യമായിട്ടുള്ളൂ. ആ സത്യം ഞാനാണെന്നും ഞാൻ ആത്മാവാണെന്നും ഉള്ള ബോധ്യം. അപ്പൊ അതിനുള്ള മരുന്നായതുകൊണ്ടേ ആ മരുന്നിന്റെ ചില ഭാഗം വിടാൻ പറ്റില്ല. ആ മരുന്നിന്റെ എല്ലാ വാക്കും കഴിക്കണം, എന്നാൽ മാത്രമേ അതിന് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ നല്ലൊരു മരുന്ന്, ഒരു ആന്റിബയോട്ടിക് എടുത്തിട്ട് ഒരു ഗുളിക നമ്മൾ സ്വന്തം തീരുമാനിച്ചു ഈ അതിന്റെ പകുതി മുറിച്ച് കളഞ്ഞിട്ട് പകുതി കഴിച്ചാൽ അതിന് ആ എഫക്റ്റ് ഉണ്ടാവില്ല. അതേമാതിരി സ്വാമി പറയാണ്, അത് തന്നാൽ ഫുൾ ഡോസ് കഴിക്കണം, അല്ലാതെ കാര്യമില്ല. അതിനാൽ എൻ്റെ ഏതെങ്കിലും രണ്ട് പ്രഭാഷണങ്ങള് ഉള്ളടക്കത്തിലോ രീതിയിലോ ഒരേപോലെ ആയിരിക്കില്ല പലപ്പോഴും. എൻ്റേതൊരു കഷായാണ്. ചിലർക്ക് എല്ലാവർക്കും എല്ലാ രോഗങ്ങൾക്കും ബാധിക്കുന്ന ഒറ്റമൂലികയല്ല, മാറിയിട്ടുള്ള പലർക്കും വ്യത്യസ്തങ്ങളായിട്ട് കൊടുക്കുന്നതായിട്ടുള്ള കഷായം ആണ്. പല കഷായങ്ങളാണ് പല ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഞാൻ മാറ്റി കൊടുക്കാറ്. ഏതെങ്കിലും ലോകത്തിലുള്ള എല്ലാവർക്കും കൂടിയിട്ട് ഒരൊറ്റ മരുന്ന് കൊടുത്താൽ ശരിയാവില്ല, കഷായം കൊടുത്താൽ ശരിയാവില്ല. അപ്പൊ ഒരു സാധകന്റെ അല്ലെങ്കിൽ ഒരു ഭക്തന്റെ അല്ലെങ്കിൽ അതേമാതിരി ഭക്തന്മാരുടെ അവരുടെ ഏകദേശം യൂണിഫോം ആയിട്ടുള്ള സ്വഭാവ കാര്യങ്ങളും ജീവിത രീതികളും ഒക്കെ വെച്ചിട്ട് അവർക്ക് പറ്റുന്നതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് കഷായം ചിലപ്പോൾ കൊടുത്തു വരാം. പക്ഷെ അത് വെച്ചിട്ട് ആ കഷായം
അതല്ലാത്ത മറ്റൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരാള് കഴിച്ചത് കൊണ്ട് ഗുണം ഉണ്ടാവില്ല എന്നാണ്. എല്ലാം ഒരു ഒറ്റമൂലികയാണെന്ന് വിചാരിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഇതിലെ അങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ല, ഇത് വായിച്ചാണ് പോകും. നമ്മളിങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ഡീപ്പായിട്ട് നോക്കുമ്പോഴാണ് ഇതിലൊക്കെ എന്തൊക്കെ കാര്യം അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാവും. ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഈ ഭഗവാൻ പറഞ്ഞ ഈ ഭഗവാന്റെ സത്യശിവ സുന്ദരത്തില് എനിക്ക് ഇത് വായിക്കുന്നവരെയൊക്കെ ഞാനിത് ആദ്യത്തിലൊക്കെ 2-3 പ്രാവശ്യമൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തരത്തില് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഈ തരത്തിൽ നിന്ന് നമ്മൾക്കിങ്ങനെ അരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നതിപ്പോ ഇങ്ങനെ വായിക്കുമ്പോൾ മാത്രമാണ് അത് സത്യം തന്നെ. അപ്പൊ നിങ്ങൾക്ക് വേറെ പരിപാടി ഉണ്ടല്ലോ 9 മണിക്ക്, 5 മിനിറ്റേ ഉള്ളൂ. ഇന്നത്തെ ഇത് ഇവിടെ നിർത്താണ്. സായിരാം. ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കുകയാണ്. നമുക്ക് കൂടുതൽ ഉത്തേജനം നല്ല സ്മാർട്ട്നെസ്സും ഒക്കെ ഇത് കേട്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് നിലനിൽക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സായിരാം.